ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് റോബസ്റ്റ പഴം വെച്ചാണ്. അപ്പോൾ നല്ല പഴുത്ത റോബസ്റ്റ പഴം 2 എടുത്ത് ഒന്ന് സ്മാഷ് ചെയ്ത് വെക്കാം. ആദ്യം 4 എഗ്ഗാണ് ഇതിലേക്ക് ആവശ്യം. 4 എഗ്ഗിൻ്റെ യോക്കും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുക്കാം. ഈ എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 1/4 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്ത് നല്ല സോഫ്റ്റ് പേക്ക് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്റ്റിഫാക്കി എടുക്കേണ്ട ആവശ്യമില്ല. എഗ്ഗ് യോക്കിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് എഗ്ഗ് വൈറ്റ് നല്ല ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എഗ്ഗ് യോക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു വൈറ്റ് കളറ് കിട്ടും നമ്മുടെ ബാറ്റർ. അതിനുശേഷം നമുക്ക് കുറച്ച് കാരമൽ സിറപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. കാരമൽ സിറപ്പ് മുന്നേ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസം വരെയൊക്കെ കേടാവാതെ സൂക്ഷിക്കാം. എഗ്ഗ് മിക്സ് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു അരിപ്പ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ലോ സ്പീഡിലിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു സ്പാറ്റുല വെച്ച് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉടച്ച് വെച്ച റോബസ്റ്റ പഴം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ലോ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുക്കാം. ഈ സമയം നമുക്ക് 180 ഡിഗ്രിയിൽ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിടാം. ബാറ്റർ റെഡി ആകുമ്പോഴത്തേക്കും ഓവൺ ചൂടായി കിട്ടും. 180 ഡിഗ്രിയിൽ തന്നെ 50 മിനിറ്റാണ് ഈ ഒരു കേക്കിൻ്റെ ബേക്കിംഗ് ടൈം. കാരമൽ സിറപ്പ് കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ 8 ഇഞ്ച് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. റെക്റ്റാങ്കിൾ ഷേപ്പോ റൗണ്ട് ഷേപ്പോ ഏതാണോ ഉള്ളത് അതിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. സ്പാറ്റിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഓവൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ സ്ക്യൂർ വെച്ചൊന്ന് വരച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഓവനിലേക്ക് മാറ്റാം. അതിൻ്റെ മുന്നേ ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, വെളുത്ത എള്ള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും ബേക്ക് ചെയ്ത് വരുമ്പോൾ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ 180 ഡിഗ്രിയിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കുക. സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്യാം. കുക്കറിനകത്തോ അല്ലെങ്കിൽ പാനിലോ ഒക്കെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലിട്ട് ഒരു 50 മിനിറ്റ് സ്റ്റൗ ടോപ്പിലും വേണ്ടി വരും ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. കേക്ക് ബേക്ക് ചെയ്യണ വീഡിയോ ഇല്ല. ബേക്കായതിന് ശേഷം തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ. താങ്ക് യു.